എങ്ങനെയുണ്ടാ മീരമോൾക്ക്? എന്താടാ, എന്തെങ്കിലും ഒന്ന് പറയ്. പിന്നെ പറയാം. നിനക്കെന്താ പറ്റിയ കാര്യം പറ. എനിക്കിത്തിരി വെള്ളം വേണം. ദാഹിച്ചിട്ടൊന്നും അല്ലമ്മേ. മുരളേട്ട, കാര്യങ്ങളുടെ ഗൗരവമൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഷോക്കാവൂന്നുള്ള പേടിയൊന്നും വേണ്ട. മുരളേട്ടൻ പറ. കുറച്ച് ടെൻഷനുണ്ട്. ഇതുവരെ ബോധം വീണിട്ടില്ല. പിന്നെ ബ്ലഡ് നന്നായിട്ട് പോയിട്ടുണ്ട്. കുറച്ച് ക്രിട്ടിക്കലാ. ഈശ്വരാ. പിന്നെ വേണ്ട, വേറൊന്നുമില്ല. എന്തായാലും നടന്ന കാര്യമല്ലേ. ഇനി ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അറിയും. മുരളേട്ടൻ പറയുമ്പോ നടന്നതുപോലെ അറിയാൻ പറ്റുമല്ലോ. എനിക്കെങ്ങനെ ഞെട്ടലൊന്നും ഇനി വരില്ല. ഞാൻ എല്ലാം ഉൾക്കൊണ്ട് കഴിഞ്ഞു. മീരയ്ക്ക് എന്താ സംഭവിച്ചേ? കാറില് രക്തമൊലിപ്പിച്ച് കിടക്കായിരുന്നു. ഞരമ്പ് മുറിച്ച തന്നെയാ. ആശുപത്രിയിൽ അപ്പൊ ആരാ ഉള്ളത്? ആരും നിൽക്കണ്ടെന്നാ ജാനകി ആന്റി പറഞ്ഞത്. എന്തായാലും നന്ദൻ അവിടെ ഉണ്ട്. പ്രഭകുഞ്ഞ് കറിയോ മറ്റോ ആണോ അവിടെ? വിഷമം കാണാതിരിക്കൂ. തീ പിടിച്ച അവസ്ഥയിൽ ആന്റി ഉള്ളത്. ഇപ്പൊ വീട്ടിൽ പോയിട്ടുണ്ട്. കുഴപ്പമെന്തെങ്കിലും സംഭവിക്കുമോ മുരളേട്ടാ? ഒന്നും അറിയില്ല. പാവം നന്ദൻ അവിടെ ഒറ്റയ്ക്ക. ഞാൻ കൂട്ടു നിൽക്കാന്ന് പറഞ്ഞത്, പക്ഷെ അവൻ സമ്മതിച്ചില്ല. ഞാനൊന്ന് കുളിക്കട്ടെ. എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്? കണ്ടറിയാല്ല. അമ്മേ, അമ്മേനോടൊന്നും ചോദിച്ചില്ലല്ലോ. എന്താ? എന്റെ കാര്യങ്ങൾ ഇപ്പൊ അമ്മയ്ക്ക് വിഷയമല്ലെന്ന് എനിക്കറിയാം. എന്നാലും പറയോ, കോടതിന്ന് ഓർഡർ കിട്ടി. നിയമപരമായിട്ട് ഞങ്ങൾ പിരിഞ്ഞു. അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല ഇതുവരെ. അയ്യോ സോറി മോളെ. മനസ്സ് ഹോസ്പിറ്റലിലെ ഐസിയുല. മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന മീരയുടെ മുഖം കണ്ണിന്റെ മുന്നിൽ. അതിനിടയില് ബാക്കിയെല്ലാം മറന്നു. മുൻപും അങ്ങനെ തന്നെയാണല്ലോ. അമ്മയുടെ മനസ്സിന് എന്താ ആവശ്യം അതേ അമ്മയുടെ ഓർമ്മയിൽ നിൽക്കും. മക്കളുടെ കാര്യമാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യമാണെങ്കിലും ആ നിലപാടിന്ന് മാറില്ല. സാധാരണ മക്കളുടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്നവരമ്മമാര്. ഇവിടെ അമ്മയുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാനുള്ള ഉപകരണങ്ങളാ ഞങ്ങളെ മക്കള്. മോളെ പ്ലീസ്. അടുത്ത നിമിഷം ജീവിതത്തിൽ എന്താണ് സംഭവിക്കുകയെന്ന് അറിയാൻ വയ്യാതെ പതറി നിൽക്കുന്ന അവസരം. നിന്റെ കണക്കായിട്ടും കൂടി അമ്മയെ തളർത്തരുത്.